Morning to all. Yesterday we discussed about the first step of formation of a company, that is memorandum of association. Today we discussed about the second important step for the formation of a company, that is articles of association. The articles of association is the second important document required to be filed with the registrar for the registration of a company. The formation of a company without articles of association, the formation of a company does not exist. First, we move on the meaning of articles of association. The meaning of articles of association says it is the second important document for the formation of a company. Next point is it includes bylaws or rules and regulations. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഫോർമേഷൻ്റെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെമ്മറണ്ടം എന്താണെന്ന് പറഞ്ഞു. അതായത് ഒരു കമ്പനിയുടെ ഫോർമേഷൻ്റെ ടൈമിൽ, അതായത് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള മെമ്മറണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്, ഇതൊന്നും ഇല്ലെങ്കിൽ കമ്പനി നമ്മൾക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഫോർമേഷൻ്റെ സമയത്ത് കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ലോസ്, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഇറ്റ് റെഗുലേറ്റ് ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. ദാറ്റ് മീൻസ് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഒരു കമ്പനി റൺ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രാഡിക്റ്റ് വിത്ത് ദ കമ്പനീസ് ആക്ട് ഓർ MOA. MOA മീൻസ് മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ. ഇത് കമ്പനി നിഷ്കർഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കമ്പനി പറഞ്ഞിരിക്കുന്ന ലോസിനും റൂൾസിനും റെഗുലേഷൻസിനും എതിരായിട്ട് കോൺട്രാഡിക്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ കമ്പനി റൺ ചെയ്യാനായിട്ട് പാടില്ല. എന്താണോ നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ മെമ്മറണ്ടം ഓഫ് അസോസിയേഷനിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ മാത്രമായിരിക്കണം കമ്പനി മുന്നോട്ട് പോകേണ്ടത്. It simply means articles of association define the powers of its officers and the partnership need of the partners. That means ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസേഴ്സിൻ്റെ പവേഴ്സ് എന്താണ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് നീഡ് എന്താണെന്നുള്ളതും ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അല്ലെങ്കിൽ AOAയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ കമ്പനിയിലുള്ള ഷെയർസിൻ്റെ കാര്യത്തിൽ അതേപോലെ കമ്പനിയിൽ ഒരുപാട് ഷെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ലൈക്ക് ഫോർഫീച്ചർ ഷെയർസ് ഉണ്ടായിരിക്കുക, ഡിബഞ്ചർ, ബോണസ് ഷെയർസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഷെയർസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, അപ്പോയിൻമെൻറ്റ്, പവർ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റേഴ്സ്, പ്രൊസീജിയർ ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിക്കുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് AOA അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. I will repeat the meaning of AOA. AOA is a second important document for the formation of a company. It includes bylaws or rules and regulations of the company. The third point is discussed about it regulate the internal management of the company. It explain the management of the company. That means partners details, qualifications, other related informations like management. Second point, the next point is discussed about it should not be contradict with the company act or MOA. It should not violate the company's rules and regulations. These are the meaning of articles of association or AOA. Then we move on the definition of AOA or articles of association. ഫസ്റ്റ്ലി വി ചെക്ക് ദ കമ്പനീസ് ആക്ട് ഡെഫിനിഷൻ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന AOAയുടെ ഡെഫിനിഷനാണ് നമ്മൾ ഫസ്റ്റ്ലി തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 5 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മീൻസ് ദ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ആസ് ഒറിജിനലി ഫ്രെയിംഡ് ഓർ ആസ് ഓൾട്ടേർഡ് from time to time in pursuance of any previous company law or its act. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം, അതായത്
അല്ലെങ്കിൽ പ്രീവിയസ് കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്തിരിക്കുന്നതോ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനെ പറയുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ മീൻസ് ദ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ആസ് ഒറിജിനലി ഫ്രെയിംഡ് ഓർ ആസ് ഓൾട്ടേഡ് ഫ്രം ടൈം ടു ടൈം ഇൻ പെർസ്യൂനൻസ് ഓഫ് എനി പ്രീവിയസ് കമ്പനി ലോ ഓർ ദിസ് ആക്ട്. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 5 ഇതേക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒറിജിനലി ഫ്രെയിം ഔട്ട് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ പ്രീവിയസ് കമ്പനീസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ ഇപ്പോൾ കറൻറ്റ് കമ്പനീസ് ആക്ട് പ്രകാരമോ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തിയതോ അല്ലെങ്കിൽ ഫ്രെയിം ഔട്ട് ചെയ്തിട്ടോ ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ പറയുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Next we look up the definition of Justice Charleworth. The Articles of Association is a document regulating the rights of members of a company among themselves and the manner in which the business of the company shall be conducted. ഈ ഡെഫിനിഷനിൽ നമ്മൾ മുന്നേ ആർട്ടിക്കിൾസിൻ്റെ മീനിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിൻ്റെ ഡ്യൂട്ടീസ്, റൈറ്റ്സ്, എല്ലാ കാര്യങ്ങളും പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നമ്മൾ മീനിങ്ങിൽ പറഞ്ഞു അത് തന്നെയാണ് പറയുന്നത്. ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. അതായത് ഒരു മെമ്പേഴ്സിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും എല്ലാം കറക്റ്റ് രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതേപോലെ കമ്പനി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഷെയർസ്, കാര്യങ്ങൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെ പറയുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് എ ഡോക്യുമെൻറ്റ് regulating the right of the members of a company among themselves and the manner in which the business of the company shall be conducted. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് രജിസ്ട്രേഷൻ ഓഫ് AOA, ദാറ്റ് മീൻസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻ ഓഫ് AOAയിൽ പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻ മസ്റ്റ് ബി പ്രിൻറ്റഡ് ഫോമിലായിരിക്കണം രജിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ ടൈമിലായിരിക്കും ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 7 സബ്സെക്ഷൻ 1 അറ്റ് ദ ടൈം ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ദേ ഷാൽ ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ വിത്ത് ഹൂസ് jurisdiction of the register office of a company proposed to be situated the memorandum and articles of the company duly signed by the all subscribers to the memorandum in a prescribed manner. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈമിൽ രജിസ്റ്റർ ഓഫീസിൽ രജിസ്ട്രാറിൻ്റെ മുന്നേ പോയിട്ട് ആ ഓർഗനൈസേഷനുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും അവിടെ പോയി മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പോയി ഫില്ല് ചെയ്യുകയും അതേപോലെ തന്നെ സൈൻ ചെയ്യുകയും വേണം. നമ്മുടെ രജിസ്റ്റർ ഓഫീസ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത് അവിടെ പോയിട്ട് രജിസ്ട്രാറിൻ്റെ മുന്നേ എല്ലാ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് മാനറിൽ ആ ഫോംസ് ഫില്ല് ചെയ്യുകയും അതേപോലെ തന്നെ സൈൻ ചെയ്യുകയും വേണം. അതാണ് രജിസ്ട്രേഷൻ ഓഫ് AOAയിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറി ടൈപ്പ് ഓഫ് കമ്പനി വെദർ പബ്ലിക് ഓർ പ്രൈവറ്റ് വെദർ ലിമിറ്റഡ് ബൈ ഷെയർസ് ഓർ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ ഓർ നോട്ട് ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ ഓർ അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി മസ്റ്റ് രജിസ്റ്റർ ദെയർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതിൽ പറയുന്നത് കമ്പനി ഏത് ടൈപ്പിലുള്ള കമ്പനി ആയാലും അതൊരു പബ്ലിക് കമ്പനിയോ പ്രൈവറ്റ് കമ്പനിയോ ലിമിറ്റഡ് ബൈ ഷെയർസോ അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഷെയർ ക്യാപിറ്റൽ ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ എങ്ങനത്തെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനീന് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. രജിസ്ട്രേഷൻ നമ്മൾ നടത്തുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ എവിടെയാണോ കമ്പനി സിറ്റുവേറ്റ് ചെയ്യുന്നത് അവൻ്റെ രജിസ്റ്റർ ഓഫീസിൽ രജിസ്ട്രാറിൻ്റെ മുന്നാകെ പോയി എല്ലാ സബ്സ്ക്രൈബേഴ്സും അത് ഫയൽ ചെയ്യും അതേപോലെ തന്നെ സൈൻ ചെയ്യുകയും വേണം. അതേപോലെ ഏത് ടൈപ്പ് കമ്പനി ആയിക്കോട്ടെ പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ലിമിറ്റഡ് ബൈ ഷെയർസോ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയോ ഏത് കമ്പനി ആവണമെങ്കിൽ കൂടിയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ഓഫ് AOAയിൽ പറയുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ AOAയുടെ സർട്ടിഫിക്കറ്റ് പ്രിൻറ്റഡ് ഫോമിലായിരിക്കണം. അതേപോലെ തന്നെ ഡിവൈഡഡ് ഇൻറ്റു പാരഗ്രാഫ് ആൻഡ് നമ്പേർഡ് കോൺസിക്യൂട്ടീവ്ലി. അതായത് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഡീറ്റെയിൽസ് പാരഗ്രാഫായിട്ടും അതേപോലെ തന്നെ കറക്റ്റ്ലി നമ്പറായിട്ടും
കാണിച്ചിട്ട് ഉണ്ടായിരിക്കണം. The next point show signed by the subscribers who have subscribed the MOA and attached by at least one witness. അതായത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആ ഫോമിൽ, അതായത് രജിസ്ട്രേഷൻ്റെ ഫോമിൽ സൈൻ ചെയ്യണമെന്നും പറഞ്ഞു അറ്റ് എ ടൈം തന്നെ അവിടെ ഒരു വിറ്റ്നസ് എങ്കിലും ഉണ്ടായിരിക്കണം. നമ്മൾ ആ കോപ്പി അറ്റാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ രജിസ്ട്രേഷൻ്റെ ടൈമിൽ അതിൻ്റെ അകത്ത് സൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു വിറ്റ്നസ് എങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് രജിസ്ട്രേഷനിൽ പറയുന്നത്. നമ്മൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആയിക്കോട്ടെ, ഇത് രണ്ടും ഒരു കമ്പനീനെ സംബന്ധിച്ച് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ കേസസിൽ അവരവിടെ സൈൻ ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് രജിസ്റ്റർ ഓഫീസിൽ രജിസ്ട്രാറിന് മുന്നേ സൈൻ ചെയ്യുമ്പോൾ അവിടെ അറ്റ്ലീസ്റ്റ് വൺ വിറ്റ്നസ് എങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് രജിസ്ട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ഈസ് എ ബിസിനസ് ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രൊവൈഡ് ഫോർ എ റെഗുലേഷൻ ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. ദാറ്റ് മീൻസ് ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ കമ്പനി എന്തൊക്കെ കാര്യങ്ങളാണ് റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. The Articles of Association is a agreement between the shareholders and between the company and the shareholders. It is the agreement between the shareholders and the company and the shareholders. ഷെയർഹോൾഡേഴ്സും കമ്പനിയും ഷെയർഹോൾഡേഴ്സും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെ പറയുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് പറയാം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി. ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഓഫ് ദ അറ്റ് ദ ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാം ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ establishes the relationship between the company with the outside world. The Articles of Association is establish the relationship between inside the organization. That means employees of the company and its members. The no company cannot go beyond the Articles of Association. നമ്മൾ പറഞ്ഞു മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡേഴ്സിനായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ മെമ്മോറണ്ടത്തിൽ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ്, അതായത് ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസും മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇല്ലാണ്ട് നമ്മുടെ ഒരു കമ്പനി റൺ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. വിത്തൗട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനി കാനോട്ട് ഗോ ഫോർവേഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കണ്ടൻ്റ് ആണ്. കണ്ടൻറ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. The Articles of Association basically contain the rules and bylaws framed by the company for its own working. The main content of the Articles of Association is, first one is business of the company. That means it includes the details relating to the company's structure. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെയിൻലി കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ റൂൾസും അതേപോലെ തന്നെ ലോസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻലി പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഓഫ് ദ കമ്പനി. ദാറ്റ് മീൻസ് എന്ത് ബിസിനസ് ഇതിനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അതായത് അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അത് എന്ത് ടൈപ്സാണ് അല്ലെങ്കിൽ എന്ത് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് നമ്മൾ റൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ബിസിനസ് ഓഫ് ദ കമ്പനിയിൽ പറയുന്നത്. ഇപ്പോൾ അതൊരു ചിലപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആവാം. അപ്പോൾ പല ടൈപ്സ് ഓഫ് കമ്പനീസില്ല. അപ്പോൾ അതാണ് പറയുന്നത് കമ്പനിയുടെ സ്ട്രക്ചർ എന്താണ് അല്ലെങ്കിൽ ബിസിനസ് എന്താണെന്നുള്ളത് ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് കണ്ടൻറ് ഓഫ് ദ ആർട്ടിക്കിൾസിലെ ഫസ്റ്റ് കണ്ടൻറ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ഈസ് നമ്പർ ആൻഡ് വാല്യൂ ഓഫ് ഷെയർസ്. ദാറ്റ് മീൻസ് ഒരു ഓർഗനൈസേഷനിൽ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരിക്കും. ആ ഷെയർസിൻ്റെ നമ്പർ, എത്ര പേര് എത്ര ഷെയർസൊക്കെ ഹെൽഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആയിരിക്കണം നമ്പർ ആൻഡ് വാല്യൂസ് ഓഫ് ഷെയർസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കേണ്ടത്. ഹൗ മെനി പേഴ്സൺസ് ഹെൽഡ് ഹൗ മെനി ഷെയർസ്. ഇറ്റ് കുഡ്
ഇൻക്ലൂഡഡ് ഇൻ ദ നമ്പേഴ്സ് ആൻഡ് വാല്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ എത്രത്തോളം ഷെയർസ് അവർ ബൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഷെയർസിൻ്റെ വാല്യൂ എത്രത്തോളമാണെന്നൊക്കെ ഇതിൻ്റെ അകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് ആർ ഷെയർസ് വിച്ച് ഓഫ് preferential right over other kind of shares in respect of payment of dividend during the existence of the company and also carry preferential right in the regarding the repayment of capital on a winding up. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റലിനെ കുറിച്ച് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, റെഡീമബിൾ, അങ്ങനെ ഒരുപാട് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് നമ്മൾ അവിടുത്തെ മെമ്പേഴ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ബൈ ചെയ്തിരിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് പ്രിഫറൻസ് ഷെയർസിൽ വരുന്നത്. ഇതാണ് തേർഡ് പോയിന്റ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കണ്ടന്റിൽ വരുന്നത്. ഫോർത്ത് കണ്ടന്റ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ കമ്പനി വൈൽ ഇറ്റ് ഈസ് ഗോയിങ് കൺസേൺ ആൻഡ് ഡിക്ലെയർസ് ദ ഡിവിഡൻഡ് ആൻഡ് ഇറ്റ്സ് അസറ്റ്സ് ഓഫ് ദ കമ്പനി വെൻ ഇറ്റ് ഈസ് വൗണ്ട് ഓഫ്. ദാറ്റ് മീൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിസിപ്പേറ്റിംഗ് പ്രോഫിറ്റ്, അതായത് ഒരു കമ്പനിയിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഷെയർസ് എത്രത്തോളം മെമ്പേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് അലോട്ട്മെൻറ്റ് ഷെയർസിൽ പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് കോൾ ഓൺ ഷെയർസ്. കോൾ ഓൺ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ് വിച്ച് ഈസ് കോൾ ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. Call on shares is a part of a subscribed capital. It is called up by the company. നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് കോൾ ഓൺ ഷെയർസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലീൻ ഓൺ ഷെയർസ്. ഇറ്റ്സ് റിലേറ്റിംഗ് ടു ഷെയർസ് ഓൺ ലീൻ. അപ്പോൾ അതൊക്കെയാണ് ലീൻ ഓൺ ഷെയർസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് എക്സിക്യൂഷൻ ഓർ അഡോപ്ഷൻ ഓഫ് പ്രിലിമിനറി കോൺട്രാക്റ്റ്. അതായത് നമ്മൾ എന്തെങ്കിലും പ്രിലിമിനറി കോൺട്രാക്റ്റിൽ എന്തെങ്കിലും എക്സിക്യൂഷനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അഡോപ്ഷനോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എക്സിക്യൂഷൻ ആൻഡ് അഡോപ്ഷൻ ഓഫ് പ്രിലിമിനറി കോൺട്രാക്റ്റിൽ. ഇറ്റ് റിലേറ്റഡ് വിത്ത് ദ എക്സിക്യൂഷൻ ആൻഡ് അഡോപ്ഷൻ ഓഫ് എനി കോൺട്രാക്ട് റിലേറ്റഡ് ടു ദ കമ്പനി അറ്റ് ദ ടൈം ഓഫ് മെമ്മറണ്ടം ഓർ അല്ലെങ്കിൽ ജോയിനിങ് ഓർ ഫോമിംഗ് ഓഫ് എ കമ്പനി. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ഷെയർസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ട്രാൻസ്ഫേഴ്സോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻസോ, അതായത് വൺ മെമ്പേഴ്സിൽ നിന്ന് അന്തർ മെമ്പേഴ്സിലേക്ക് എന്തെങ്കിലും ട്രാൻസ്മിഷനോ ട്രാൻസ്ഫറോ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടിയും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫോർഫീച്ചർ ഷെയർസ്. ഫോർഫീച്ചർ ഷെയർസിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് പറയാം ബൈബാക്ക്. എനി ബൈബാക്ക്സ് ആർ arises in the company, it should be shown as a articles of association. The next content is procedure for issuing share certificate and share warrant. ഇതിനകത്ത് പറയുന്നത് എന്തെങ്കിലും ഷെയർ സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ വാറൻറ്റ്സോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറും കൂടി ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ പ്രൊസീജിയർ ഫോർ ഇഷ്യൂയിങ് ഷെയർസ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഷെയർ വാറൻറ്റ് ഷുഡ് ബി ഷോൺ ആസ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Next content of articles of association is conversion of shares into stock. The conversion of shares into stock means എന്തെങ്കിലും ഷെയർസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഇൻവെൻട്രീസ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് ഓഫ് ഇത് നമ്മൾ ഇൻറ്റേർണലി നമ്മൾ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻറ്റേർണൽ ചെക്കിൽ നമ്മൾ നടത്തുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് എന്തെങ്കിലും സ്റ്റോക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് വോട്ടിംഗ് റൈറ്റ് ആൻഡ് പ്രോക്സീസ്. ഓർഗനൈസേഷനിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റ്സ് അല്ലെങ്കിൽ പ്രോക്സീസിൻ്റെ വോട്ടിംഗ് റൈറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പേഴ്സണ് എത്ര വോട്ട് വെച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഡയറക്ടേഴ്സ് ദെയർ അപ്പോയിൻമെൻറ്റ് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ അവരുടെ പവേഴ്സ് എങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെലിഗേഷൻ ഓഫ് പവറൊക്കെ നടത്തുമ്പോൾ ഒരു പ്രിൻറ്റഡ് ഫോർമാറ്റിൽ അത് അവർക്ക് പ്രൊവൈഡും കൂടി ചെയ്തിട്ടുണ്ടായിരിക്കണം.
നെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജിങ് ഡയറക്ടേഴ്സ്, ഹോൾ ടൈം ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി. അതായത് മാനേജിങ് ഡയറക്ടേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതിൻ്റെ അകത്ത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അവർ ഹോൾ ടൈം ആണോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആണോ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ സെക്രട്ടറീസിൻ്റെ ഡ്യൂട്ടീസ് കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അവരുടെ പാർട്ട് ടൈം ആയിട്ടാണോ ഹോൾ ടൈം ഡയറക്ടർ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് അഡീഷണൽ ഡയറക്ടേഴ്സ്. എന്തെങ്കിലും അഡീഷണൽ ഡയറക്ടേഴ്സിന് നമ്മൾ അപ്പോയിൻറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും കൂടി നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് റെമ്യൂണറേഷൻ ഓഫ് എ ഡയറക്ടർ. റെമ്യൂണറേഷൻ ഓഫ് എ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എത്രയാണോ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന റെമ്യൂണറേഷൻ ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അതായത് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയറായിട്ട് എങ്ങനെ ഇഷ്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഡിബഞ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഓഡിറ്റ് എന്ന്. അപ്പോൾ ഒരു ഓഡിറ്ററിൻ്റെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതായത് ഓഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ക്ലിയർലി മെൻഷൻ ചെയ്യുക. ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് മെയിൻലി ഫോർ ഡിറ്റൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. സോ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അവരുടെ റെമ്യൂണറേഷൻ, എങ്ങനെയാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ഈ ഓഡിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് ഈസ് ജനറൽ മീറ്റിംഗ്. ഒരു ഓർഗനൈസേഷനിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ജനറൽ മീറ്റിംഗ് എങ്ങനെ കണ്ടക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലാണ് അത് വാലിഡ് ആവുക, കാര്യങ്ങളൊക്കെ ഇതിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ പർപ്പസും അതേപോലെ അജണ്ട കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് മീറ്റിംഗ്. ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഹെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഇതിൽ ഷോ ചെയ്യും. നെക്സ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് കോമൺ സീൽ. കോമൺ സീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി ക്യാൻ ബി ഷോൺ ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതായത് കമ്പനീനെ നമ്മളൊരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ കമ്പനിക്ക് അവരുടെ സൈനോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു കോമൺ സീൽ ഉണ്ടാക്കിയിട്ട് അതായിരിക്കണം നമ്മളെ കമ്പനിയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് കോമൺ സീൽ എന്ന് പറഞ്ഞാൽ കമ്പനി ക്യാൻ ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സോ വി ക്യാൻ യൂസ് കോമൺ സീൽ ഫോർ എനി ഒഫീഷ്യൽ പർപ്പസ് റിലേറ്റിംഗ് ടു ദ കമ്പനി. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് മിനിമം സബ്സ്ക്രിപ്ഷൻ. എന്തെങ്കിലും മിനിമം സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കമ്പനിയിൽ സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് വൗണ്ട് അപ്പ്. അതായത് കമ്പനി എന്തെങ്കിലും സിറ്റുവേഷൻസിൽ വൗണ്ട് അപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് എങ്ങനെ ഷെയർസോ ലയബിലിറ്റീസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും, റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് വൗണ്ട് അപ്പിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിവിഡൻഡ് ആൻഡ് റിസർവ്. ഡിവിഡൻഡ് അതായത് കമ്പനിയുടെ മെമ്പേഴ്സിന് നമുക്ക് ഡിവിഡൻസോ റിസർവോ ഒക്കെ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് കാൽക്കുലേഷനിലാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിസിലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ബോറോയിങ് പവർ. കമ്പനിയുടെ ബോറോയിങ് പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഇതിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഒരു ഓർഗനൈസേഷൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉണ്ടായിരിക്കേണ്ട മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കണ്ടൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ടോപ്പിക്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ് ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് വി ലുക്ക് അപ്പ് ദ ഓൾട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തെങ്കിലും ഓൾട്രേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. അതായത് ഓൾട്രേഷൻ ഓഫ് റെസൊല്യൂഷനിൽ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് കമ്പനി ഇൻറ്റു പബ്ലിക് കമ്പനി ആക്കാം, പബ്ലിക് കമ്പനി ഇൻറ്റു പ്രൈവറ്റ് കമ്പനീസ് ആക്കാം. അപ്പോൾ മെയിനായിട്ട് 2 കാറ്റഗറീസ് ആണ് വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനി അതായത് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം.
സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ രജിസ്ട്രാർക്ക് ഇതിൻ്റെ ഒരു ഫയൽഡ് കോപ്പി അതേപോലെ തന്നെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ രജിസ്ട്രാർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ദ കോപ്പി ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ അലോങ് വിത്ത് ദ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്. അതായത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞിട്ട് രജിസ്ട്രാർ മുന്നാകെ നമ്മളൊരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റും കൂടി ഫയൽ ചെയ്യാം. അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും രജിസ്ട്രാർഡായിരിക്കും മാനേജ് ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഫയൽ ദ കോപ്പി ഓഫ് ദ ഓൾട്ടേർഡ് ആർട്ടിക്കിൾ വിത്ത് ദ രജിസ്ട്രാർ മുന്നേ നമ്മൾ എന്തെങ്കിലും ആർട്ടിക്കിൾസിൽ ഓൾട്രേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഫയൽ ചെയ്യാം. ആണ് ഓൾട്രേഷൻ ഓഫ് മെമ്മോറണ്ടത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ ഓൾട്രേഷൻ ഓഫ് മെമ്മോറണ്ടം ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 40 സബ്സെക്ഷൻ 1-ൽ. ഒരു ഓർഗനൈസേഷൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഓൾട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതും രജിസ്ട്രാറിന് മുന്നേ ഫയൽ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഓൾട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മിസ് ജസ്റ്റ് ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്യാണ്. ഇന്ന് നമ്മളെടുത്തത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്. ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് മെമ്മോറണ്ടം, ആർട്ടിക്കിൾസ്, പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ അകത്ത് മെമ്മോറണ്ടം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ചാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇൻക്ലൂഡ് bylaws and rules, regulations and govern the management of its internal affairs and conduct for the business. അതായത് എന്താ പറഞ്ഞത്, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ റൂൾസും റെഗുലേഷൻസും അതേപോലെ തന്നെ ഷെയർസിൻ്റെയും ഇൻറ്റേർണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലുക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കിയതാണ് രജിസ്ട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസ്. രജിസ്ട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസിൽ നമ്മൾ പറഞ്ഞു രജിസ്ട്രാറിന് മുന്നേ രജിസ്റ്റർ ഓഫീസിൽ പോയി എല്ലാ മെമ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ സബ്സ്ക്രൈബേഴ്സും അവിടെ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മസ്റ്റാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടൻറ്റ് ഓഫ് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഒരുപാട് കണ്ടൻറ്റ്സ് വരുന്നുണ്ട്. ആ കണ്ടൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഓൾട്രേഷനെ കുറിച്ചാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഓൾട്രേഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ അത് രജിസ്ട്രാർക്ക് മുന്നേ നമ്മൾ ഫയൽ ചെയ്യണം. വിത്ത് പ്രൂഫ് ആൻഡ് എവിഡൻസ് വെച്ച് നമ്മൾ രജിസ്ട്രാർക്ക് മുന്നേ ഫയലും കൂടി ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഓൾട്രേഷനിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.